ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒരു റിയലിസ്റ്റിക് ഗ്രാസിന്റെ ടെക്സ്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. നമുക്ക് ഇതിപ്പോൾ സ്ക്വയർ ആണ്, സ്ക്വയർ മാറ്റിയിട്ട് നമുക്കൊന്ന് ഒരു സ്ഫിയർ ആക്കാം. അതാകുമ്പോൾ നല്ലതായിരിക്കും കാണാൻ. ഇത് സെലക്ട് ചെയ്തിട്ട് എക്സ് അമർത്താം, ഡിലീറ്റ്, റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ അമർത്തിയിട്ട് മെഷിൽ പോവാം. മെഷിൽ പോയിട്ട് യു വി സ്ഫിയർ, ഓക്കെ. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ഷെയ്ഡഡ് സ്മൂത്ത്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് ഷെയ്ഡഡ് സ്മൂത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്മൂത്ത് സർഫേസ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഷെയ്ഡിങ്ങിൽ പോവാം. ഇവിടെ മെനു ബാറിൽ ടെക്സ്ചർ പോയിന്റിൻ്റെ അടുത്ത് തന്നെ ഷെയ്ഡിങ് ഉണ്ടാവും. ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയ്ഡിങ് ഒക്കെ നമുക്ക് ഒറിജിനലായിട്ട് എൻ്റെ ലാപ്പ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഷെയ്ഡിങ്ങിൻ്റെ. ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് റിയൽ ലൈഫ് ലൈറ്റിംഗ് കാണും. അതിന് നമ്മൾ ഓപ്ഷൻസിൽ പോവാം. ഓപ്ഷനിൽ അതിൻ്റെ തൊട്ട് മേലെയുള്ള നമുക്ക് പല റിയൽ ലൈഫ് HDR നമുക്ക് സെലക്ട് ചെയ്യാം. അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാം, ബ്ലർ ഒന്ന് കുറച്ചിട്ട് നോക്കാം. റിയൽ ലൈഫ് ഗ്രാസിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷെയ്ഡിങ്ങിൻ്റെ അവിടെ അടിയിൽ ഓപ്ഷൻ ഉണ്ടാവും, മെനു ബാർ പോലത്തെ. അതിൽ നമുക്ക് ന്യൂ ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കളർ, നമുക്ക് ഈ ഭാഗത്ത് ചെയ്യേണ്ട സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിൽ നമുക്ക് ഷിഫ്റ്റ് ആഡ് ചെയ്യണ പോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നോട്ട് ആഡ് ചെയ്യാം. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് നോക്കണം, യൂസ് നോട്ട്സ് വേണ്ട, അത് ക്ലിക്ക് കൊടുത്തിരിക്കണം. അതിനുശേഷം ഷിഫ്റ്റ് ആഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെർച്ച് ഉണ്ടാവും. സെർച്ച് ബാറിൽ ഇങ്ങനത്തെ ഒരു ഇമേജ് IM അടിച്ചാൽ ഇമേജ് ടെക്സ്ചർ അടിയിൽ വന്നോളൂ. ഓക്കെ, അതിവിടെ കൊടുത്തിട്ട് നമുക്ക് സൂം ആക്കിയിട്ട് ഇവിടെ ന്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഓപ്പൺ ഉണ്ടാവും. നമുക്ക് ഓപ്പൺ മതി. ഓപ്പണിൽ നമ്മൾ ഞാൻ ഗ്രാസിൻ്റെ ഒരു ഇമേജ് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ JPG ഫയലായിരിക്കണം. ഓക്കെ, ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യാൻ അവിടുത്തെ ബേസ് കളർ എടുത്തിട്ട് ഇതിന്റെ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ബേസ് കളറായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഗ്രാസിന്റെ കളറായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതൊന്ന് താത്താം. ഇനി അതിന്റെ ആവശ്യമില്ലാത്ത തൽക്കാലം. എന്നിട്ട് പ്രാക്ടിക്കൽ പ്രോപ്പർട്ടി പോവാം. പ്രാക്ടിക്കൽ പ്രോപ്പർട്ടിയിൽ പ്ലസ് ന്യൂ ബട്ടൺ അമർത്താം. ന്യൂ ബട്ടണിൽ എമിറ്റർ മാറ്റിയിട്ട് ഹെയർ ആക്കാം. കണ്ട, ഹെയറിന്റെ കുറച്ച് ക്വാളിറ്റി വന്നിട്ടുണ്ട്. കണ്ട, ഗ്രാസിന്റെ. ഇത് നമ്മുടെ തലവണ്ടിയിലൊക്കെ നമ്മൾ മനുഷ്യന്റെ തലയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഹെയർ വെക്കില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഹെയർ ലെങ്ത് മാറ്റിയിട്ട് നമുക്ക് ഗ്രാസ് അല്ലേ, നമുക്കൊരു 0.3 കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കാണുള്ളൂ. നമുക്കൊരു 15,000 കൊടുക്കാം. തിക്കായിട്ടുണ്ടാവും, കേട്ടോ. ഇനി ഇതിൽ അഡ്വാൻസ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അതിൽ ഫിസിക്സ് എന്നുള്ളതുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഫിസിക്സ് ഇതിൽ ബേസ് ആയിട്ട് നമ്മളിപ്പോൾ അനിമേഷനൊക്കെ ചെയ്യുമ്പോൾ ഓരോ സെറ്റപ്പുകളുണ്ട്. നമ്മുടെ ഭൂഗർത്താകർഷണ ബലമൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും, അങ്ങനെയുള്ളത്. അത് നമുക്ക് ബ്രൗണിങ് ഉള്ള ഇതിൽ 0.3 കൊടുക്കാം. നോക്കാം, കണ്ടോ? ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ആയില്ലെങ്കിലും ചെറുതായിട്ടൊരു ഇതുപോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ നേരെ നമ്മുടെ മോഡലിംഗിൽ പോവാം. എഡിറ്റ് മോഡ് മാറ്റിയിട്ട് ഒബ്ജക്റ്റ് മോഡാക്കാം. കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഓക്കെ, ഇതാണ് അതിപ്പോൾ തൽക്കാലം. കണ്ട, ലൈറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആക്കി വരണം പറഞ്ഞാൽ നമ്മുടെ ഗ്രാസ് റെഡി. ലൈറ്റിങ്ങിൽ പോവാം. ലൈറ്റിങ്ങിൽ പോയിട്ട് ലൈറ്റ് ഒന്ന് അടുത്തേക്ക് മൂവ് ആക്കാം G ഉപയോഗിച്ചിട്ട്. ഓക്കെ, എന്നിട്ട് ലൈറ്റിന്റെ പ്രോപ്പർട്ടി ഒന്ന് കൂട്ടി കൊടുക്കാം.
നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ഇനി കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാണണമെങ്കിൽ നമ്മളൊരു പ്ലെയിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഷിഫ്റ്റ് എ അമർത്തിയിട്ട് മെഷിൽ പ്ലെയിന് നമുക്ക് ജി അമർത്തിയിട്ട് ജി അല്ല സോറി എസ് അമർത്തിയിട്ട് സ്കെയിൽ കൊടുക്കാം. കണ്ടോ? ഇനി നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ട് കണ്ട ഒറിജിനലായിട്ട് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും. ഇത് നമുക്ക് പല പ്രോജക്റ്റിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹൗസിൻ്റെ ബിൽഡിങ്ങിലൊക്കെ നമ്മൾ അതൊക്കെ ചുറ്റും വെക്കാനൊക്കെ ഇതേപോലെ നമുക്ക് പറ്റും. ബുഷ് പോലെയൊക്കെ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോപ്പർട്ടിയിൽ പോയിട്ട് മാറ്റാനൊക്കെ പറ്റും. നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് നോക്കാം. താങ്ക് യു.